എൻ്റെ പ്രിയപ്പെട്ട ഇന്ത്യയുടെ ഉടയോൻ എന്ന് ആരൊക്കെയോ വിശേഷിപ്പിക്കുന്ന ആ മഹത് വ്യക്തി, നിങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ആ വ്യക്തിയുടെ നിശബ്ദത സത്യം പറഞ്ഞാൽ ഇന്ന് ആ വ്യക്തിയെ വെറുക്കാൻ എനിക്കൊരു കാരണമായി മാറുന്നു. എന്നെ ഏറ്റവും അധികം ഞെട്ടിച്ചൊരു കാര്യം എന്താണെന്നറിയോ? 28 ലക്ഷം രൂപ, ഏകദേശം 28 ലക്ഷം രൂപ ചിലവാക്കി ഒരു കുട്ടി നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ, ചോർന്ന ചോദ്യപേപ്പർ മേടിക്കാൻ മുന്നോട്ട് വരുന്നു, അല്ലെങ്കിൽ മുന്നോട്ട് പോയി എന്നറിഞ്ഞപ്പോൾ ലിറ്ററലി ഞാൻ ഞെട്ടിപ്പോയി. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, രേഖപ്പെടുത്തുക. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചേക്കാം. തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തിരുത്താനുള്ള അധികാരമുണ്ട്, തിരുത്തുക. കൂടാതെ എൻ്റെ സ്ഥിരം വ്യൂവേഴ്സ് ആയിരിക്കില്ല ഈ ഒരു വീഡിയോ കാണാനിരിക്കുന്നത്. സ്ഥിരം വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോയുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ സ്ഥിരം വ്യൂവേഴ്സ് ഇത് കാണാനിരുന്നാൽ അതിലും വലിയ ഒരു ഭാഗ്യം വേറൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇങ്ങനെയുള്ള കോണ്ടന്റുകൾ ചെയ്യാൻ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 2 ദിവസമായിട്ട് അങ്ങ് ജന്തർ മന്ദറിൽ നടക്കുന്ന ആ ഒരു പ്രശ്നം, സോനം വാങ്ചുക്, അദ്ദേഹത്തെ പറ്റി ഒരുപാട് പഠിച്ചു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് 20 കുട്ടികളുടെ ജീവൻ, 1-2 അല്ല ഇനിയിപ്പോൾ 1-2 ആണെങ്കിൽ തന്നെ മനുഷ്യ കുഞ്ഞുങ്ങളല്ലേ. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച എന്താണ് അവിടെ നടന്നത്? പറയാൻ പോലും പറ്റുന്നില്ല. ഒരു വിറയലാണ്. പല 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 വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെ ഞാനും നിങ്ങളും ഒക്കെ കണ്ടു കാണും. പോലീസുകാർ ഓടിപ്പോകുന്ന കുട്ടിയുടെ കാലയിൽ തട്ടി വീഴ്ത്തുക, നിലത്ത് വീഴ്ത്തിയിട്ട് അവനെ അടിക്കുക. എന്താ ഇവിടെ നടക്കുന്നത്? ആം ഐ ലിവിങ് ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി? എനിക്കിപ്പോൾ ഒരു സംശയം. എനിക്ക് സ്വാതന്ത്ര്യമുണ്ടോ ഈ നാട്ടിൽ? എനിക്ക് സ്വാതന്ത്ര്യമുണ്ടോ? നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ ഈ നാട്ടിൽ? പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അറിയാത്തവർക്കായിട്ട് ഞാനൊന്ന് ചെറുതായിട്ട് പറഞ്ഞു തരാം. വലിയ ആനക്കാര്യമായിട്ട് അങ്ങ് 10-30 മിനിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള ഒന്നുമില്ല. വളരെ ലൈറ്റായിട്ട് പറയാം. നീറ്റ് എക്സാം, ഒരുപാട് കുട്ടികൾ എഴുതുന്ന നീറ്റ് എക്സാം, കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിച്ച് എഴുതുന്ന നീറ്റ് എക്സാം, അതിൻ്റെ ചോദ്യപേപ്പർ കുറച്ചായി ഇവിടെ ചോർന്നുകൊണ്ടേയിരിക്കുന്നു. മിക്ക വർഷവും എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ട്. ഈ വർഷം ചോദ്യപേപ്പർ ചോർന്നു. അതിൻ്റെ പേരിൽ വീണ്ടും എക്സാം കഴിഞ്ഞു, അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ എക്സാം നടത്തണമെന്ന്, ചോദ്യപേപ്പർ ചോർന്നതുകൊണ്ട്. മനസ്സിലായോ? 20 കുട്ടികളാണ് ജീവൻ ഒടുക്കിയത്. 20 കുട്ടികൾ. ഒരു 2 ആഴ്ച മുമ്പ് ടെലിഗ്രാം കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ നാട്ടിൽ ബാൻഡായിരുന്നു. പല കഥകളായിരുന്നു അന്ന് കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ടെലിഗ്രാം വഴി നീറ്റ് എക്സാമിൻ്റെ ചോദ്യപേപ്പർ ചോർന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഏകദേശം 1-2 ആഴ്ചയോളം ബാൻ ചെയ്തിട്ടിരുന്നത്. ഇങ്ങനെ ഒരു കാര്യം അന്നും കേൾക്കുന്നുണ്ടെങ്കിലും വേറെ പല റീസൺസ് പല ആളുകൾ പറഞ്ഞു, അല്ലെങ്കിൽ അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു നമ്മുടെ ഇടയിലേക്ക്. മനസ്സിലായില്ലേ? അത് മാത്രം പുറത്തു പോയാൽ മതി എന്ന് ആരുടെയൊക്കെയോ വാശി. നീറ്റ് എക്സാം പേപ്പർ, ചോദ്യപേപ്പർ ചോർന്നതിൻ്റെ അതിൻ്റെ ഒരു വലിയ ഒരു പ്രൊട്ടസ്റ്റ്, അതിനെതിരെയുള്ളൊരു പ്രൊട്ടസ്റ്റ്, അതാണ് ഇപ്പോൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച തുടങ്ങിയതല്ല. നമ്മൾ ഈ വേൾഡ് കപ്പിൻ്റെയൊക്കെ പുറകെ പോയപ്പോൾ അവിടെ ഒരു പാവം മനുഷ്യൻ കിടക്കുന്നത് നമ്മൾ ആരും തിരിഞ്ഞു നോക്കിയില്ല. സോനം വാങ്ചുക്. നമ്മൾ മലയാളികൾക്ക് പുള്ളിയെ അത്ര വലിയ പരിചയമൊന്നും കാണില്ല. എന്നാൽ ലഡാക്കിലുള്ള, നോർത്തിലുള്ള, അങ്ങനെ തന്നെ പറയാം, നോർത്തിൽ ഉള്ളവർക്ക് സത്യം പറഞ്ഞാൽ ഒരു ദൈവമാണ് സോനം വാങ്ചുക്. കോൺട്രിബ്യൂട്ടഡ് എ ലോട്ട് വിദ്യാഭ്യാസ മേഖലയിലേക്ക്. ആ മനുഷ്യൻ ഒരു എഞ്ചിനീയറാണ്, ഒരു ആക്ടിവിസ്റ്റാണ്. അദ്ദേഹം ഇറങ്ങി കുട്ടികൾക്കായി. അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത്, നിങ്ങൾക്കറിയാം, കോക്രോച്ച് ജനതാ പാർട്ടി അവരുമുണ്ടിപ്പോൾ. കോക്രോച്ച് ജനതാ പാർട്ടി അല്ലെങ്കിൽ അഭിജിത്ത്, അതിൻ്റെ ഒരു സ്ഥാപകൻ എന്ന് പറയുന്ന അഭിജിത്ത്, എനിക്ക് വലിയ ഒരു താല്പര്യമോ അല്ലെങ്കിൽ ഞാൻ അവരെ സ്ഥിരം ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയൊന്നുമല്ല. അവരുടെ പുറകിലുള്ള അജണ്ട അത് എനിക്ക് അറിയത്തുമില്ല. ഞാൻ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാനല്ല വന്നിരിക്കുന്നത്. പക്ഷേ ഇത്രയും കുട്ടികൾ പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ അവരെ ഇങ്ങനെയാണോ ട്രീറ്റ് ചെയ്യേണ്ടത് ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ? ഉടയോനെ, നിങ്ങൾ എവിടെയാണ്? നിങ്ങളുണ്ടോ? നിങ്ങളിതൊന്നും കാണുന്നില്ലേ? ഉടയോനെന്നൊന്നും വിളിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല. ആ പേര് വേണ്ട.
എവിടെ? ഒന്നും മിണ്ടാനില്ല നിങ്ങൾക്ക്. ഇപ്പൊ ഇവിടുന്ന് നമ്മുടെ വി ഡി സതീശൻ സാറും അവിടെ ഇന്നലെ കണ്ടായിരുന്നു, രാഹുൽ ഗാന്ധിജിയും ഒക്കെ കിടന്ന് പോരാടുന്നുണ്ട്. ഇത്രയും ദിവസം ഇവരൊക്കെ എവിടെ ആയിരുന്നു എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇപ്പോഴങ്ങോട്ട് ചെന്നിട്ടുണ്ട്, ചെല്ലട്ടെ, നല്ല കാര്യം, പ്രൊട്ടസ്റ്റിന് കൂടെ നിൽക്കട്ടെ. ഇത്രയും ദിവസം എവിടെയായിരുന്നു ഈ പാർട്ടിയൊക്കെ? സോനം, ആ മനുഷ്യൻ മാത്രം നിരാഹാരം ദിവസങ്ങളോളം, അദ്ദേഹത്തിന്റെ ആരോഗ്യ സ്ഥിതി തന്നെ വഷളായി. എന്നിട്ടും കുട്ടികൾക്ക് വേണ്ടി, കാരണം വിദ്യാഭ്യാസത്തിന്റെ വില ആ മനുഷ്യൻ അറിയാം. ഒരുപാട് അനുഭവിച്ചതാണ് ആ മനുഷ്യൻ, ഒരുപാട് വർഷങ്ങളോളം അദ്ദേഹത്തിന് പഠിക്കാൻ പറ്റിയിട്ടില്ല, അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകൾ കാരണം. പക്ഷെ പഠിക്കാനുള്ള ഒരു താല്പര്യം കൊണ്ട് കഷ്ടപ്പെട്ട് പഠിച്ചു. NIT അഡ്മിഷൻ കിട്ടി, നല്ല ജോലി കിട്ടി വിദേശത്ത്. എന്നിട്ടും പോയില്ല, സ്വന്തം നാടായ ലഡാക്കിലേക്ക് പോയി. നിങ്ങൾക്കറിയാം അവിടുത്തെ ഒരു കാലാവസ്ഥ, തണുപ്പായാൽ ഭയങ്കര തണുപ്പ്, വേനൽക്കാലത്ത് വെള്ളം പോലും ഇല്ല. ആ സമയത്തേക്ക് അവിടെ ആളുകൾക്ക് വെള്ളത്തിനായിട്ടുള്ള കാര്യങ്ങൾ പോലും, കണ്ടുപിടുത്തങ്ങൾ പോലും ആ മനുഷ്യൻ നടത്തി. അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. അങ്ങനൊരു വ്യക്തിയാണ് കുട്ടികൾക്കായി അവിടെ ജന്തർ മന്ദറിൽ വന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ, നിരാഹാരം കിടന്നത്. അദ്ദേഹത്തിന് സപ്പോർട്ടീവായിട്ട് ഒരുപാട് കുട്ടികൾ ചെന്നു. ആ കുട്ടികളെയാണ് ഈ കഴിഞ്ഞ ദിവസം, ഈ കഴിഞ്ഞ തിങ്കളാഴ്ച, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഡൽഹി പോലീസിനോടാണ്. നെറ്റില്ല നമുക്ക്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ വീഡിയോ ഒക്കെ പറ്റുമെങ്കിൽ നിങ്ങൾ ഇത് കാണുമ്പോൾ തന്നെ മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം പോകും, വീഡിയോ ഒക്കെ അടിച്ച് നശിപ്പിച്ച് കളയും. ഇതൊന്നും ആരും അറിയരുതല്ലോ. എല്ലാം പോട്ടെ, അവിടെ അവരോട് ക്രൂരത കാണിക്കുന്നു. സോഷ്യൽ മീഡിയയിലൂടെ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകൾ, സിനിമാ മേഖലയിൽ നിന്ന് പോലും ആളുകൾ വരുമ്പോൾ അവരെ പോലും സൈബർ ഇടത്തിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? ആർക്ക് വേണ്ടി? ഇന്നത്തെ കുട്ടികളാണ് ഇവിടുത്തെ മറ്റേ പാർട്ടി തലയിലോട്ട് കയറിയിട്ട് ഒരു ബോധവുമില്ലാതെ നടക്കുന്ന ആളുകളോടാണ്, സോഷ്യൽ മീഡിയയിൽ സൈബർ ഇടത്തിലിരിക്കുന്ന ആളുകളോടാണ്. നാളെ നമുക്കുമൊക്കെ എന്തെങ്കിലും പറ്റിയുണ്ടല്ലോ, ഒരുത്തരും തിരിഞ്ഞു നോക്കത്തില്ല. അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. അവരുടെ ആവശ്യം എന്താണ്? ആ കുട്ടികളുടെ ആണെങ്കിലും സോനത്തിന്റെ ആണെങ്കിലും ഉള്ള ആവശ്യം എന്താണ്? എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഇറങ്ങിപ്പോ, അവനെ കൊണ്ട് കൊള്ളത്തില്ല, അത് കൊള്ളില്ല എന്ന് അവൻ എല്ലാവർക്കും മനസ്സിലാക്കി തന്നു. അത്രേ അവർ ചോദിക്കുന്നുള്ളൂ. അതിന് പോലും അടിമേടിച്ചുകൊണ്ടിരിക്കണം എത്രയോ ദിവസങ്ങൾ. എന്നിട്ടും അവനെ ഇവിടുന്ന് ആരെങ്കിലും ചവിട്ടി ഇറക്കി വിടുന്നുണ്ടോ? ചവിട്ടി ഇറക്കി വിടണം. ചെയ്യുവോ? ഇല്ല. ഞാൻ വിസ്മയ മോഹൻലാൽ, നമ്മുടെ ലാലേട്ടൻ്റെ മകൾ, ഒരു പോസ്റ്റ് ഇട്ടത് കണ്ടു. സ്റ്റോറിയാണ് ഇട്ടത്. സൈബർ അറ്റാക്ക് ഭയങ്കരമാണ്. ടൊവിനോ തോമസ്, എന്തിനാ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ മിക്കവരും, നസ്രിയ, ഫഹദ്, ഞാൻ ഒരുപാട് പേരുടെ സ്റ്റോറി കാണുന്നുണ്ട്, ഒരുപാട് പേരുടെ. വേറെ കണ്ടന്റിലേക്കൊന്നും ഞാൻ എൻ്റെ കണ്ണിനെ അങ്ങോട്ട് ഇറക്കി വിട്ടില്ല. ഞാൻ ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അഭിജിത്തിൻ്റെ പുറകെ. അതാണ് എനിക്ക് അതിനെപ്പറ്റിയൊന്നും വലുതായിട്ട് താല്പര്യമില്ല. അതൊക്കെ നമുക്ക് വേറൊരു സന്ദർഭത്തിൽ സംസാരിക്കാം. ഇല്ലെങ്കിൽ ഈ ഒരു സന്ദർഭത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കോക്രോച്ച് ജനതാ പാർട്ടി, അതിൻ്റെ തലതട്ടപ്പൻ അഭിജിത്ത് അങ്ങ് ബോസ്റ്റണിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അവിടുന്ന് എല്ലാം കളഞ്ഞ് ഇവിടെ വന്നു. എന്തിന്? ചോദ്യങ്ങൾ ഒരുപാടുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ നമ്മുടെ മെയിൻ ഉദ്ദേശം ആ കുട്ടികളോട് ചെയ്ത ക്രൂരത, 20 പേരുടെ ജീവൻ പൊലിഞ്ഞു. അവർക്കൊരു നീതി കിട്ടണം. ഈ അടി മേടിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ തലയൊക്കെ അടിച്ച് അവർക്ക് നീതി കിട്ടണം. അതിന് വേണ്ടിയിട്ട് സൈബർ ഇടത്തിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്മൾ ചെയ്യും. വീഡിയോയിലൂടെ ആണെങ്കിലും ശരി, നിങ്ങളുടെ സപ്പോർട്ട് അത് നിങ്ങൾ മാക്സിമം തരിക. ഓക്കെ, ഇനി വിസ്മയ എഴുതിയിട്ട് ഞാനൊന്ന് വായിച്ചു തരാം. വളരെ മാന്യമായിട്ടാണ് ആ കുട്ടി എഴുതിയിരിക്കുന്നത്. ഐ എം എ പ്രൗഡ് ഇന്ത്യൻ. മൈ ലവ് ഫോർ മൈ കൺട്രി ഈസ് ബിയോണ്ട് വേർഡ്സ്. ദ സാക്രിഫൈസസ് ഓഫ് അവർ ഫ്രീഡം ഫൈറ്റേഴ്സ്, ദ യൂണിറ്റി in our diversity and the strength of our constitution. These are what make India my India. But today I am deeply heartbroken. As a citizen, it pains me to see the voices of some people trying to divide, spread hatred and weaken the harmony we have built. Because of me, it's not politics. It's my country, my pride, my identity. My question to all you is simple. Do you stand with India in the face of dishonesty or stay silent when the truth is mocked? Jai Hind. വളരെ മാന്യമായിട്ട് ആ കുട്ടി ചോദിച്ചാൽ എന്താണ് തെറ്റിരിക്കുന്നത് എനിക്കറിയില്ല. ആ കുട്ടിയെ സൈബർ ഇടത്തിലിട്ട് ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളോടാണ് ചോദ്യം. ഈ ചോദ്യം അതാണ്, അവരോട് മാത്രമാണ്.
എന്താണ് ആ കുട്ടി എഴുതിയിട്ടതിനകത്ത് ഇത്ര തെറ്റിരിക്കുന്നത്? എന്താണ് തെറ്റ്? ഞാനിതിനകത്ത് പല ചോദ്യങ്ങളും ചോദിക്കും. എനിക്ക് ചോദിക്കാൻ ഒരുപാട്, 2 ദിവസമായിട്ട് ഒരുപാട് സംശയങ്ങൾ എൻ്റെ തലയിലൂടെ പോകുന്നുണ്ട്. അതിൽ മെയിൻ ഒരു സംശയമുണ്ട്, അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അത് പറയേണ്ട സമയത്ത് ഞാൻ പറയും, ഇപ്പോഴല്ല. ഇപ്പം ഞാനത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെ ഡീവിയേറ്റ് ചെയ്ത് വിടുന്ന കണക്ക് പല ആളുകൾക്കും തോന്നും. അങ്ങനെ ഒരാൾക്ക് പോലും തോന്നരുത്. കാരണം ആ കുട്ടികൾക്ക് നീതി കിട്ടണ, അതാണ് എൻ്റെ പ്രയോറിറ്റി. മനസ്സിലായില്ലേ? അല്ലാതെ കോക്രോച്ച് ജനതാ പാർട്ടി, അഭിജിത്ത്, അതൊന്നും അല്ല ഇപ്പോൾ പ്രയോറിറ്റി. CJPയുടെ പേരിലാണ് ഇപ്പോൾ അവിടെ വലിയൊരു പ്രൊട്ടസ്റ്റ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചില ചേട്ടന്മാർ ഇവിടുന്നും ഒക്കെ ഇറങ്ങി പോലീസുകാർ തല്ലിയില്ലെങ്കിലും വാടാ തല്ലടാ എന്നും പറഞ്ഞ് അവിടെ കിടന്ന് കാട്ടായം കാണിക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇല്ലെങ്കിൽ ഇത്രയും നാൾ എവിടെയായിരുന്നു? ആ ഒരു ചോദ്യം ഞാൻ ചോദിക്കും. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവരും കൂടെ ഇറങ്ങിയത് വളരെ നല്ലതെന്നേ ഞാൻ പറയുള്ളൂ. വേറൊരു കണ്ണിലൂടെ നോക്കുമ്പോൾ ഇവരും കൂടെ ഇറങ്ങിയത് നന്നായി. അതുകൊണ്ടാണ് ഇത്രയും കത്തുന്നത്. പിടികിട്ടിയോ? കത്തണം. പക്ഷേ എന്തിന് സൈബറിടത്തിൽ ഇതിനു വേണ്ടി സംസാരിക്കുന്നവരെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നു? ആര് ശ്രമിക്കുന്നു? എന്തിന് ശ്രമിക്കുന്നു? അതിനുള്ള ഉത്തരം നിങ്ങൾ തരിക. ഞാൻ പറയുന്നില്ല. കാരണം നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് നമ്മൾ പറഞ്ഞാൽ, ചില ആളുകളുടെ പേര് പോലും പറഞ്ഞാൽ നമ്മളെ മറ്റേ രാജ്യദ്രോഹി ആ സെറ്റപ്പിലാക്കി കളയും, ആക്കും. അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിനകത്ത് തെറ്റ് നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ ഈ പറയുന്നതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ കാണും. പിടികിട്ടിയോ? ഞാൻ സാധാരണ ഇരുന്ന് ചെയ്യുന്നത് ഓരോ കാര്യങ്ങൾ കണ്ട് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. നിങ്ങൾക്കറിയാം, സ്ഥിരം കാണുന്നവർക്ക്. ഇപ്പോഴും ഞാനതാണ് പറയുന്നത്. ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. പറയുക, നമുക്കറിയാവുന്ന കാര്യങ്ങൾ, നമ്മൾ കേട്ടറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുക. അതിൽ ചിലതൊക്കെ തെറ്റായിരിക്കാം, നിങ്ങൾ തിരുത്തണം. നിങ്ങൾക്ക് തിരുത്താൻ ഞാൻ വീണ്ടും പറയുന്നു, അധികാരമുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ ഈ അഭിജിത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് പോയപ്പോഴത്തേക്ക് ചില ഇടത്തുനിന്ന് ഞാൻ അറിഞ്ഞത് പുള്ളി ലണ്ടനിലായിരുന്നു, അവിടെയായിരുന്നു ജോലി. ചില ആളുകൾ പറയുന്നു ബോസ്റ്റൺ. ഓക്കെ, പിന്നെ കൺഫേം ഏകദേശം എനിക്ക് കിട്ടിയത്, എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു വ്യക്തി, അത്യാവശ്യം നല്ല നോളജുള്ളൊരു വ്യക്തിയിൽ നിന്ന് അന്വേഷിച്ചപ്പോഴാണ് ബോസ്റ്റണിലായിരുന്നു. അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ഇങ്ങോട്ട് വരാൻ തന്നെ ഒരുപാട് റീസൺസ് ഉണ്ട്. ഓക്കെ, ഇവിടുത്തെ ഒരു പാർട്ടി ഭയങ്കരമായിട്ട് നീ അവിടെ നല്ലടാ, നീ ഇവിടെ വന്ന് ചെയ്യടാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ജോലിയും വിട്ട് ഇവിടെ വന്നവനാണ് അവൻ. പക്ഷെ അങ്ങനെ വരാൻ എവിടുന്നെങ്കിലും ഫണ്ടിങ് സംതിങ് ലൈക്ക് ദാറ്റ് എനിക്കറിയില്ല. ഇവിടെ ഞാൻ സംസാരിക്കുന്നില്ല അതിനെപ്പറ്റി. വീണ്ടും ഞാൻ പറയുന്നു, നമുക്ക് വേറൊരു വേളയിൽ അതിനെപ്പറ്റി സംസാരിക്കാം. ഇവിടെ എൻ്റെ കൺസിഡറേഷൻ, എൻ്റെ പ്രയോറിറ്റി ആ കുട്ടികൾ മാത്രമാണ്. ഇനിയും ഒരു കുട്ടിയുടെയും ജീവൻ ഇവിടെ ഇല്ലാതെ ആകരുത്. കഷ്ടപ്പെട്ട് പഠിക്കുന്നതല്ലേ, കഷ്ടപ്പെട്ട് നീറ്റ് എക്സാമിന് വേണ്ടി, അതിനുവേണ്ടി മാത്രം വർഷങ്ങൾ കളഞ്ഞ് പഠിച്ചു പോയി എഴുതുന്ന കുട്ടികളുണ്ട്. അവരോടാണ് ഈ നെറുകേട് കാണിക്കുന്നത് അല്ലേ? ഒരുപാട് ആളുകളുടെ കമൻറ്റ് ഞാൻ കണ്ടു. എൻ്റെ പെങ്ങള്, എൻ്റെ ചേട്ടൻ, എൻ്റെ അനിയത്തി, അനിയൻ ഒക്കെതാ നിർത്തി, മടുത്തു അവർക്ക് എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകളുടെ കമൻറ്റുകൾ ഞാൻ കണ്ടു. സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നി. ഇനി വേറൊരാൾ, മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ തന്നെ ടൊവിനോ തോമസ്, നിങ്ങൾക്കറിയാം. ടൊവിനോ എഴുതിയിട്ട് ഒരു റൈറ്റിംഗ് ഉണ്ട്. റൈറ്റ് ആൻഡ് റോങ് മേ ബി റിലേറ്റീവ്, ബട്ട് ദിസ് ഈസ് certainly not the way to handle a peaceful protest. When the future generation of a nation speaks up and their voices are met with repressive forces, it is the future itself that is being stamped down. It is faith in democracy that is being drained away. What did the students do wrong? Did they destroy property? Did they resort to violence? What exactly did they do to deserve this treatment? To every person protesting for a just cause peacefully in any part of the country, I extend my wholehearted solidarity. The right to dissent is not a threat to democracy. In fact, it is one of its foundations. And to anyone about to question my sense of nationalism, I know myself better than you do. My politics is humanity. My belief is peace. Jai Hind. And my perspective to us humanity. ഓക്കെ, അതാണ് എൻ്റെ രാഷ്ട്രീയം. ചില ആളുകൾ ഇപ്പോൾ അതും പറഞ്ഞുകൊണ്ട് വരും, അവൻ്റെ രാഷ്ട്രീയം വേറെയാണ്, അവൻ സംഖ്യയാണ്, അവൻ കുങ്കിയാണ്, അപ്പം അവരോടാണ് ഹ്യൂമാനിറ്റി. അത് കഴിഞ്ഞിട്ട് മതി എന്ന് വെച്ചിട്ട് ഒരുപാട് അങ്ങ് എല്ലാവരോടും മറ്റേ, ഞാൻ അത്ര ഭയങ്കര ഡീസൻ്റ് ആയിട്ടുള്ള വളരെ നല്ല ഞാൻ പറയാറേ ഇല്ല. ഈ നിങ്ങളുടെ ഫ്രണ്ടിൽ എന്നെ പോലെ വന്നിരുന്ന് വീഡിയോ ചെയ്യുന്ന പല ആളുകളും വളരെ വളരെ മാന്യമായിട്ട് നിങ്ങളോട് പല കാര്യങ്ങളും പറഞ്ഞു തന്നാലും അവരുടെയൊക്കെ പേഴ്സണൽ ലൈഫിൽ അത്രയും വലിയ മാന്യന്മാരാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റ് എന്നേ ഞാൻ പറയുള്ളൂ. പിടികിട്ടിയോ? എല്ലാവരും. പക്ഷേ നമ്മുടെ മാന്യതയില്ലായ്മ കാരണം
ഒരു കൂട്ടം ആളുകൾക്ക് ദ്രോഹം അതാവരുത് ഇവിടെ. പക്ഷെ അതാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ. പിന്നെ കുട്ടികൾ, നാളത്തെ ജനത, വളർന്നു വരുന്നവർ, അവർക്കൊക്കെ നല്ല രീതിയിൽ ഇവിടെ പഠിക്കണ്ടേ, നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം വേണ്ടേ. ഇപ്പോഴും നിങ്ങൾ നോക്കൂ, സത്യം പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നത് പിന്നെയും ഭാഗ്യവാന്മാരാണ്. അങ്ങനെ ഞാൻ പറയും പല രീതിയിൽ. ആ നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും സ്കൂളുകളില്ലാത്ത എത്രയോ സ്ഥലങ്ങൾ കാണും. എത്രയോ സ്ഥലങ്ങൾ, എത്രയോ ദൂരം പോയി പഠിക്കുന്ന കുട്ടികൾ കാണും. അവർക്കൊക്കെ വേണ്ടി പല ആളുകൾ അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്, പല ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷെ അവരെയൊക്കെ അടിച്ചമർത്തുന്നു. എന്തുകൊണ്ട്? കാരണം വിദ്യാഭ്യാസം നേടിയാൽ ഇതുപോലെ ചോദ്യം ചോദിക്കും, മുന്നിൽ വന്നു നിൽക്കും. അതിവിടുത്തെ പല ആളുകൾക്കും പ്രശ്നമായി മാറും. അതുകൊണ്ട് ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നു. എപ്സ്റ്റീൻ ഫയൽ ഇവിടെ മാന്യനായിരിക്കുന്ന പല അദ്ദേഹങ്ങളുടെയും ഉണ്ട്, ഒന്നും പുറത്തു വന്നിട്ടില്ലെന്നേ ഉള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് വേണ്ടി ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെങ്കിലും പ്രൊട്ടസ്റ്റ് ചെയ്യുക. അവർക്ക് വേണ്ടി സംസാരിക്കുന്നവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവന്മാരെ ഇല്ലാതാക്കുക. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.